അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് മക്കൾക്ക് സുഖമാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനാണ്. എന്ത് കള്ളമാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് നിങ്ങൾ ആദ്യം എൻ്റെ അടുത്ത് പറയണം. നിങ്ങളുടെ അടുത്ത് ആരടുത്തെങ്കിലും ഫോൺ വിളിച്ചവരടുത്ത് എല്ലാവരുടെ അടുത്ത് എന്താ പറയണത്? എൻ്റെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഭർത്താവിൻ്റെ കീഴിലിരിക്കവെയാണ് ഭർത്താവ് ബന്ധം തീർക്കുന്നത്, മരണപ്പെടുന്നത്. നമ്മളിപ്പം നമ്മുടെ ഭർത്താവ് നിലവിലുണ്ട്, ആ ഭർത്താവിൻ്റെ പേരാണ് നമ്മൾ പറയുന്നത്, ഷംസുദ്ദീൻ. ഓക്കെ, ബന്ധം തീർന്നിട്ട് 3.5 വർഷമായി. എന്നിട്ടും ജോലി ചെയ്ത് ജീവിക്കുന്നു. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, 3-4 ദിവസം കൊണ്ട് എന്നെ ദ്രോഹിക്കുന്ന തരത്തിൽ ഒരു റീച്ചില്ലാത്ത വീഡിയോ റീച്ചിന് വേണ്ടിയിട്ട് പലതും പറയുന്നുണ്ട്. അതിൽ ഒരൊറ്റ കാര്യം പറയട്ടെ, ഇവരെന്നെ വിളിക്കുമായിരുന്നു, എനിക്ക് വീഡിയോ ചെയ്യാൻ അറിഞ്ഞൂടാ, അങ്ങനെ ചെയ്യാം. അപ്പോൾ പറഞ്ഞ് ലോങ് വീഡിയോ ചെയ്യും, മോണിറ്റൈസേഷൻ ആവണ്ടേ. ഞാൻ കുട്ടികളെ കൊണ്ട് പാട്ടൊക്കെയാണ് പാടുന്നത്, അത് ഉസ്താദ് പറഞ്ഞ് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല. ഈ 6 ദിവസത്തിന് മുമ്പ് ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പാലിയാച്ചൻ എന്ത് നിങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ട് വരാത്തത്? അപ്പോൾ പറഞ്ഞ് എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് അസൗകര്യമായിരുന്നു എന്ന് പറഞ്ഞു. എൻ്റെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞില്ലേ, അവരെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കേൾക്കണം. കാരണം ഒരു മോള് എൻ്റെ അടുത്ത് ആദ്യം ഇങ്ങോട്ടാണ് പറഞ്ഞത്, മോളെ എനിക്കും ഉണ്ട് വിഷമവും പ്രയാസവും, ഞാനൊരു ബ്രോക്കർ പണിയാണ്. ഞാൻ പറഞ്ഞു അതിനെന്താ കുഴപ്പം, ബ്രോക്കർ നല്ല പണിയല്ലേ. എൻ്റെ ഉമ്മാൻ്റെ പ്രായം, എൻ്റെ കൂടെ ഒരു സഹതാപം തോന്നി, സ്നേഹിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് കേൾക്കണോ? കേൾപ്പിച്ചു തരാം. ഞാനും അവർ മാത്രമേ ഉള്ളൂ. അവർ വന്നിരുന്ന് വലിയ കാര്യത്തിൽ മക്കനായിട്ട് പറയുന്നത് കണക്കല്ല കാര്യങ്ങൾ. അവരെ മോളെ ജീവിതം എൻ്റെ അടുത്ത് പറഞ്ഞു. എൻ്റെ മോള് 10 വർഷമായി ഭർത്താവിൻ്റെ കീഴിൽ അല്ല എൻ്റെ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ 3 പിള്ളേരെ വിദ്യാഭ്യാസം നോക്കണം. ബ്രോക്കർ പണി ചെയ്താണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഭർത്താവില്ലേ? ഭർത്താവുണ്ട്. ഉണ്ടെങ്കിൽ എന്താ, ഇല്ലെങ്കിൽ എന്താ, ജോലി ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാനിപ്പോൾ റെൻ്റാണ്. 60 പവൻ്റെ സ്വന്തം കിടക്കാടമുണ്ടായിരുന്നു. 60 പവൻ്റെ സ്വർണം വിറ്റിട്ടാണ് ഞാൻ ജീവിച്ചത്. അല്ല, വാടകയ്ക്ക് ഇറങ്ങി. മോളെ നല്ല രീതിയിൽ കെട്ടിച്ചു. കുടിയനാണ്. ഇപ്പം അവർ വിളിച്ചു, 10 വർഷമായി എൻ്റെ വീട്ടിൽ നിൽക്കുന്നു. ഞാൻ കുടി നിർത്തിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൂടെ വിടുള്ളൂ. ആരെങ്കിലും സ്വന്തം മക്കളെ കുടിയൻ്റെ കൂടെ വിടാൻ ആഗ്രഹിക്കുമോ? ഇല്ലയോ? ഇല്ല. അപ്പോൾ ഇതേക്കെ പോലെ തന്നെയായിരുന്നു എൻ്റെ ജീവിതവും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു കമൻറ്റ് കണ്ടല്ലോ, 2 കെട്ടിച്ചു. ഞാൻ പറഞ്ഞു തന്നെ 2 കെട്ടിച്ചു. ആദ്യത്തെ ബന്ധം തീർന്നിട്ടാണ് രണ്ടാമത് ഷംസു വന്ന് കെട്ടിയത്. ബന്ധം തീർന്ന്. പക്ഷേ അത് അങ്ങനെയല്ല കാര്യം. ഇവരടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ് കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എന്നാൽ പിന്നെ ആദ്യത്തെ ആൾ എവിടെ? ഞാൻ പറഞ്ഞു ആദ്യത്തെ ആൾ വേറെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു സത്യമാണ്. എങ്കിൽ പിന്നെ നിനക്ക് യോജിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങളെ മോളെ എന്താ നിങ്ങൾ വിടാത്തത്? കുടിയനായോണ്ടല്ലേ. അദ്ദേഹം വേറൊരു ഒരാളെ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു. ഇനി അവരെ ജീവിതം കളഞ്ഞിട്ട് എനിക്ക് ജീവിതം തരൂ? അപ്പം മസ്റുമോൾ ഉപ്പാനെ കണ്ടിട്ടില്ല. മുത്തുമോനും ഉപ്പാനെ കണ്ടിട്ടില്ല. അപ്പോഴതാണാ ജീവിതം? 2 കെട്ടിച്ചതാണാ ജീവിതം? അതല്ല ജീവിതം. നിങ്ങളെല്ലാവരും പറഞ്ഞല്ലേ, ബന്ധുക്കളെല്ലാവർക്കും അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ബന്ധുക്കൾക്കും എല്ലാവർക്കും എന്നെക്കുറിച്ച് എല്ലാവരും അറിയാം. ആരും എന്നെ ഇച്ചിപ്പോന്നൊരു വാക്ക് പറയുന്നില്ല. കാരണം ഞാൻ ആരെയും കാര്യത്തിന് ഇടപെടാൻ പോണില്ല. പിന്നെ യത്തീമെന്ന് പറഞ്ഞാൽ എന്താണ്? യത്തീംഖാനയിൽ പഠിക്കുന്ന ആമിനത്തെ പലതവണ വീഡിയോ ചെയ്തിട്ടുണ്ട്. യത്തീമെന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞതാണ് വാപ്പ ഉണ്ടായിട്ടും ഇല്ലാത്തൊരവസ്ഥ. എങ്കിൽ എനിക്ക് ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടാ? അങ്ങനെയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, മക്കൾക്കൊരു ഉപ്പാനെ കൊണ്ടുവരും, സങ്കടം അങ്ങ് തീരട്ടെ. ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരിക്കവേ മറ്റു ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടി പോണ എന്തിനാ? അങ്ങനെ എന്തിനാ ചെയ്യുന്നത്? ചെറിയ പ്രായമാണോ ഞാൻ? ഇപ്പം എനിക്ക് 30 വയസ്സായി. 30 വയസ്സ് കഴിഞ്ഞു. ഈ 30-40 വയസ്സിനുള്ള കാലഘട്ടം നല്ല കാലമാണെന്ന് എല്ലാവരും പറയും. പക്ഷെ എനിക്കറിയില്ല. എനിക്ക് സങ്കടം പറയാൻ ആരുമില്ല. എല്ലാവരും യൂട്യൂബ് ചാനലിൽ വന്നിട്ട് നിങ്ങൾ ആരെയും സപ്പോർട്ടില്ല. ഒരു സബ്സ്ക്രൈബർ മതി, ഒരൊറ്റ സബ്സ്ക്രൈബർ മതി എനിക്ക് മുന്നോട്ട് പോകാൻ. എന്നോട് ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചു, നിൻ്റെ കുട്ടികളെ ഉപ്പ 2 3 ഞാൻ പറഞ്ഞ് 2. നിങ്ങൾ വിശ്വസിക്കൂലേ? അത് അസൂറ പറഞ്ഞത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ലവർ പറഞ്ഞത് ഇങ്ങനെയാണ്, മസ്റൂറ മോള് പറയണത് ഇങ്ങനെയാണ്. അങ്ങനെയല്ല, എനിക്കറിയാവും എൻ്റെ കുട്ടികളെ വാപ്പാരാണെന്ന്. എനിക്കറിയാവും, എനിക്കും എൻ്റെ ഭർത്താവിനും അറിയാവും. എന്തായാലും എൻ്റെ ഷംസൂനെ മക്കൾ വാപ്പാന്ന് വിളിച്ചത് ആദ്യം ഷംസൂനെയാണ്. കാരണം ഉണ്ടതിൽ. അപ്പോൾ മിച്ചുമോന് വാപ്പയില്ല, മുത്തുമോനും വാപ്പയില്ല, മസ്റുമോക്കും വാപ്പയില്ല. ഇതാണ് സത്യം. വാപ്പാന്ന് വിളിച്ച് പിച്ച വെച്ച് നടന്ന്, വാപ്പ പിച്ച് ഗൾഫിൽ നിന്ന് വന്ന് മുത്തുമോൻ പിച്ച വെച്ച് നടന്ന് ബാപ്പ വിളിച്ച്
നടന്ന ആ സമയമൊക്കെ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സായിപ്പൻ്റെ കുട്ടീനെ പോലെയാണ് എൻ്റെ മുത്തുമോൻ ഇരുന്നത്. മാഷാ അല്ലാ, നിൻ്റെ മോനാണെന്ന് ആര് വെള്ളരിങ്ങക്കൂട മാഷാ അല്ലാ. മരിച്ചുപോയ കൊച്ചിന് ശേഷം 3 മക്കളെ എനിക്ക് തന്ന്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് ഞാൻ എല്ലാവരും വാപ്പായം പറഞ്ഞിട്ടാണ് വീഡിയോ. ഞാൻ ഈ വീഡിയോയുടെ മുമ്പ് ഇട്ടത് എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. എൻ്റെ മക്കൾക്ക് ഉപ്പയില്ല. ഉപ്പയുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആരെയും മുമ്പ് കൈ നീട്ടണ്ടായിരുന്നു. ഇനി എത്രയോ മക്കൾ ജനിക്കാത്തവരുണ്ട്. അപ്പം സത്യം പറയാല്ല, എൻ്റെ മക്കൾക്ക് ഉപ്പയില്ല, എങ്ങനെ ഞാൻ ജീവിക്കും? ഉപ്പ എവിടെയോ ജീവിച്ചിരിക്കുന്നു, ആരെയോ ഭാര്യയുടെ കൂടെ ജീവിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പറയും. മസ്റുമോൾക്ക് വളർന്നു വരുന്നു, ഒരു ഉമ്മാൻ്റെ തണൽ മാത്രമേ ഉള്ളൂ. മുത്തുമോനൊരു ഉമ്മാൻ്റെ തണൽ. ഇവരെല്ലാവരും തിന്നുന്നു കുടിക്കുന്നു. ഭർത്താവ് 3.5 വർഷമായിട്ട് പോയിട്ടും അദ്ദേഹം 1.5 മാസം ഇടവിട്ട് 3500, 4500, ചില മാസം 5000. മക്കൾക്ക് മോനിക്ക് തെറാപ്പിക്ക് കൊണ്ടുപോകാൻ 1000 രൂപ രാവിലെ. ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹം അയച്ചിട്ട് തന്നത്. അദ്ദേഹത്തിന് തെറ്റ് ചെയ്ത് തെറ്റ്. റബ്ബിനറിയാം മോളെ, റബ്ബിനറിയാം. എന്നെ പടച്ചത് റബ്ബാണ്. റബ്ബിനറിയാം നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടതെന്ന്. കറക്റ്റ് ഒരു Q&A ചെയ്യാം. ഇതിൻ്റെ അടിയിൽ വന്നിട്ട് ഇടുക. സത്യമുള്ള കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെയാണ് ഇതുവരെ പറഞ്ഞത്. മക്കളെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, മക്കൾക്ക് വാപ്പയില്ലാത്ത ഒരാളിനെ എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ആ ആളിനെ ഞാൻ എവിടെ പോയിട്ട് കൊണ്ടുവരും? അന്യഭാര്യയുടെ കൂടെ ജീവിക്കുന്നതാ, അല്ലെങ്കിൽ വേറെ ജീവിക്കുന്നതാ, ഭാര്യ കിണറ്റി വീണ് മരിച്ചുപോയി അങ്ങനെ ജീവിക്കുന്നതാ, അല്ലെങ്കിൽ മറ്റൊരുകൂടെ ജീവിക്കുന്നതാ? ഞാൻ ആരെ കൊണ്ടുവരും? എൻ്റെ മക്കളെ വാപ്പയെ പിടിച്ചേട്ടി കൊണ്ടുവരാൻ പറ്റുമോ? ചിലവിന് കൊടുക്കാൻ പറ്റുമോ? 4 കാലിൽ നടക്കുന്നവരെ പറ്റി വല്ലതും കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഒരാളുണ്ടായിരുന്നു എങ്കിൽ മസ്റൂറ മോൾക്ക് 9 വയസ്സായി. മസ്റൂറാരെ വാപ്പ ആര്? ബർത്ത് സർട്ടിഫിക്കറ്റ് കാണീര്. പിന്നെ മസ്റൂറാരെ വാപ്പാരെ പേര് മസ്റൂറാക്കറിയാം, മുത്തുമോൻ്റെ വാപ്പാരെ പേര് മുത്തുമോൻ്റെ അറിയാം. ഈ ചാനലിൽ പറഞ്ഞത് കള്ളം ആണ് എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും പറഞ്ഞതിൽ കള്ളമാണ് എന്നുണ്ടെങ്കിൽ ഞാൻ വനിതാ കമ്മീഷനിൽ പെറ്റീഷൻ കൊടുക്കും. കാരണം കുട്ടികളെ വെച്ചിട്ടാണ് ചെല്ലിയിരിക്കുന്നത്. അവരെ മോളതിനകത്ത് ഞാൻ ആരെയും ബ്ലോക്ക് ചെയ്തിട്ടില്ല. അവരെ യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ചെന്നിട്ട് ഞാൻ കമൻ്റ് ഇട്ടപ്പോൾ ഡിലീറ്റ് ചെയ്ത്. ഞാൻ ചോദിച്ചു, നിങ്ങളെ മക്കളെ ജീവിതം 10 വർഷമായിട്ട് വീട്ടിലിരിക്കില്ല, അത് നികത്തിയിട്ട് എൻ്റെ അടുത്ത് നികത്ത്. എന്നിട്ട് പുനലൂരൊരു പയ്യന് ഭാര്യ ഇരിക്കവേ ഇവിടെ ഏതെങ്കിലും പെണ്ണുണ്ടാന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, എനിക്ക് നാട്ടുകാരെന്നെങ്കിൽ അടിയും കൂടെ കിട്ടിയേനപ്പം, ബ്രോക്കർ പണിക്കും കൂടെ പോയിട്ട്. നിനക്ക് വല്ല എന്നെ കിട്ടണേലോ ഒരു ഓഹരി നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്തൊക്കെയാ ബ്രോക്കർമാർക്ക് സത്യം പറഞ്ഞ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കാനൊക്കെ നന്നായിട്ട് ബ്രോക്കർ കാരണം നടത്തിയ ഒരുപാട് ജീവിതങ്ങൾ തകർന്നിട്ടുണ്ട്. ഉദാഹരണമൊക്കെ നമ്മളത് തന്നെ. എൻ്റെ അടുത്ത് സ്വന്തം മോളെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ പേരിൽ അങ്ങ് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റൂല. പറഞ്ഞു പോയത് തന്നെയാണ്. അതുകൊണ്ട് ആരെടുത്തെങ്കിലും പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിക്കും. ഇനിയിപ്പോൾ 4 മക്കളെ തന്തയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് 2 മക്കളെ തന്ത ഏണാ, 1 മക്കളെ തന്തയാണാ, 3 മക്കളെ തന്തയാണാന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ തന്തമാരുണ്ടായിട്ട് എന്തേ പ്രയോജനം? ഞാൻ ആരെടുത്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ മക്കൾ വാപ്പ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഫോട്ടോ കാണിച്ചാൽ നിങ്ങളെടുത്ത് എന്തൊക്കെയാ സമൂഹമേ. ആദ്യം കെട്ടിച്ച്, 2ാമത് കെട്ടിച്ച്, 3ാമത് കെട്ടി. ഇപ്പം വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അവനവർക്ക് ഇഷ്ടപ്പെട്ടാലേ അവനവൻ്റെ ജീവിതമാവും. എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം ഇതുവരെ കിട്ടിയിട്ടില്ല. അല്ലാതെ എനിക്ക് സഹായങ്ങൾ കിട്ടിയത് ഇതാണ്. എൻ്റെ മക്കൾ വാപ്പയില്ലാത്ത അവസ്ഥ ജീവിക്കുന്ന മക്കളാണ്. ഒരു മക്കൾക്ക് ഈ അവസ്ഥ വരരുത്. ഒരു മക്കൾക്കും സ്വന്തം മക്കളെ വീട്ടിലെ ന്യൂനത മറച്ചു വെച്ചിട്ടും സ്വന്തം മക്കളെ ക്യാമറയുടെ ഫ്രണ്ടിൽ കൊണ്ടുവരാനിട്ടിട്ട് മറ്റുള്ളവരെ കാര്യം എടുത്തിട്ടിട്ട് തംബ്ലൈനും കൊടുത്ത് ചെയ്യുമ്പോൾ അങ്ങ് റീച്ചിന് വേണ്ടിയാ. ഞാൻ പറഞ്ഞതാണ്, എൻ്റെ കാര്യം ചെയ്താൽ വല്ലാഹി പുറത്തു തരൂല. കാരണം എന്ന് വെച്ചാൽ ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്തതിന്. ഞാൻ ആരെ കാര്യം ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. സ്വന്തം മക്കളുടെ കാര്യങ്ങൾ പറയണം. എൻ്റെ കാര്യം പിന്നെ പറയാവൂ. അവരെ മോളെ അത്ര പ്രായം എനിക്കില്ല. അവരെ മോളെ എന്തേ രംഗത്ത് കൊണ്ടുവരാത്തത്? ഇവരെന്തിന് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്? മരുന്നും ഗുളികയ്ക്കും വേണ്ടി. ഇപ്പം പറയണതാണ്, മരുന്നും ഗുളികയ്ക്കും വേണ്ടി. ആ മരുന്നും ഗുളികയാണ് ഇപ്പം എനിക്ക് ദ്രോഹമായത്. എൻ്റെ കണ്ടൻ്റെ അടുത്ത് ഇന്ന് 4 ദിവസം കൊണ്ട് എൻ്റെ അടുത്തങ്ങ് പച്ചയ്ക്ക് പറഞ്ഞ ഒന്നും പറഞ്ഞിട്ടില്ല. സ്വന്തം മോള് എൻ്റെ മക്കൾ പൊടി മക്കളാണ്. എൻ്റെ മക്കൾക്ക് നിങ്ങൾ ആരും ബ്രോക്കർ പണി കഴിഞ്ഞൊരു ഭർത്താവിനെ ഒപ്പിച്ച് തരണ്ട. മസ്റൂർ മോളെ അന്തസ്സായിട്ട് ഞാൻ വളർത്തുന്നുണ്ട്, മുത്തുമോനെ അന്തസ്സായിട്ട് വളർത്തുന്നുണ്ട്, മിച്ചുമോനെ. ഇത് കൂടെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ കയ്യിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിങ്ങാനയിൽ നിർത്താൻ തന്നെ പരിപാടി. അപ്പോഴും അവരെത്തി മക്കളായി. നിങ്ങൾ പറയണ കണക്കല്ല കാര്യം. റബ്ബ് പടച്ചിട്ട് എന്നെ ഇങ്ങോട്ട് വിട്ടതാണ്. ഒരാൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു സ്ത്രീക്ക് ഈ അവസ്ഥ വരരുത്.
കാരണം എന്തെന്നറിയാമോ? വട്ടക്കെട്ടും കെട്ടി ഇന്ന് മുസ്ലിങ്ങളിൽ കൂടുതലും തങ്ങളിൽ പരദൂഷണം പറയുന്ന വീഡിയോസാണ് ഈ 2-3 ദിവസം കൊണ്ട് എൻ്റെ കണ്ണിൽ കാണാൻ ഇടയായത്. ഞാൻ വേറെ ആരെ യൂട്യൂബ് ചാനലിൽ കയറി അനാവശ്യം പറയുന്നില്ല. എൻ്റെ കണ്ടൻറ്റ്, എൻ്റെ വീഡിയോ, എൻ്റെ മക്കൾ വീണ്ടും 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 പറയണേ. ഞാൻ ഉംറ ചെയ്തിട്ട് കാര്യമില്ല. മറ്റുള്ളവരെ ഈബത്ത് പറഞ്ഞിട്ടാണ് ഉംറ ചെയ്തിട്ട് കാര്യം? പൊരുത്തം ചോദിച്ചാൽ പോലും ഞാൻ പൊരുത്തം കൊടുക്കൂല. ഞാൻ ഇപ്പോഴും പരസ്യമായി പറയുന്നുണ്ട് എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത എൻ്റെ കുട്ടികളെ പറ്റി. ഇപ്പം വാപ്പ ഉണ്ടെങ്കിൽ എന്താ? ഇവരൊക്കെ വാപ്പാന്ന് വിളിച്ചത് എന്തിനാ? ഇവരെയൊക്കെ മക്കളെ പ്രസവിച്ചത് എന്തിനാ? ഞാൻ ചില സമയങ്ങളിൽ എൻ്റെ അടുത്ത് എന്നെ ചോദിക്കും, ഇവരെ മക്കളെ ഞാൻ എന്തിനാ പ്രസവിച്ചത്, ഞാൻ എന്തിനാ അന്നം കൊടുക്കുന്നത് എന്ന് ഞാൻ ചിലപ്പോൾ എൻ്റെ അടുത്ത് എന്നെ ചോദിക്കും. നിങ്ങൾക്കറിയാമോ, ഈ യൂട്യൂബിൽ വന്നിട്ട് എൻ്റെ ജീവിതം കുളം തോണ്ടിയിട്ട് പറയുന്ന സമൂഹത്തിൻ്റെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരു വിരൽ നീ എന്നിൽ ചൂണ്ടുമ്പോൾ 4 വിരൽ നിന്നിൽ ചൂണ്ടും. എല്ലാ വിരലിനും വലിപ്പം ഒന്നല്ല. അതുകൊണ്ട് 4 മക്കളെ ഞാൻ ജന്മം നൽകി. ആ കാര്യം എന്തേ പറയാത്തത്? എന്നാൽ പിന്നെ ഭർത്താവിൻ്റെ വീട് എവിടെയെന്ന് പറയും. ഞാൻ വഴി ഉൾപ്പെടെ പറഞ്ഞുതരാം. കൊണ്ടുവന്ന് എനിക്ക് ബ്രോക്കർ പണിയല്ലേ, കൊണ്ടുവന്ന് എനിക്ക് ചിലവിന് തരി. എൻ്റെ മക്കൾക്ക് ഉപ്പയായിട്ട് നിന്നിട്ട് ചിലവിന് തരി. വലിയ കാര്യത്തിൽ എടുക്കാൻ വയ്യാത്ത കാര്യങ്ങളുമായിട്ട് അങ്ങനെ പറയണുണ്ടല്ലോ, എനിക്ക് സങ്കടമുണ്ട്. എൻ്റെ മക്കളെ പറയുമ്പോൾ ആയിരിക്കും അവരവരുടെ മക്കളെ പറയുമ്പോൾ സങ്കടമുണ്ട്. എൻ്റെ മക്കളെ ഇനി പറഞ്ഞാൽ ഞാൻ പൊറുക്കില്ല. എൻ്റെ മക്കളെ എനിക്ക് അത്രയ്ക്ക് മരിച്ചുപോയ കുട്ടി തന്നതിന് ശേഷം തന്ന അനുഗ്രഹമാണ്. മക്കളില്ലാത്ത എത്രയോ പേരുണ്ട്. ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ആരെ കാര്യമല്ല പറയണത്. അപ്പോഴും എൻ്റെ കൂടെ സൗഹൃദം നടിച്ച് സ്വന്തം മോളെ കാര്യം പറഞ്ഞിട്ട് എൻ്റെ കണ്ടന്റ് എടുത്ത്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ 3 പ്രസവിച്ച് 4 പ്രസവിച്ച് 4 ഭർത്താവിൻ്റെ മക്കളാണ് ഈ 4 പേരും. ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്? എൻ്റെ മുത്തുമോനും എൻ്റെ മിച്ചുമോനും ഭർത്താവ് ഉണ്ടാഞ്ഞിട്ട് ഞാൻ ഇല്ലാത്തൊരവസ്ഥയിലാണ് ജീവിച്ചത്. എൻ്റെ ഭർത്താവിന് അങ്ങനത്തെ ഒരു വിധി. അപ്പോഴും ഞാൻ തവക്കൽതു അലല്ലാഹ് എന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എൻ്റെ ഭർത്താവിന് ഈ വിധി വന്നപ്പോഴും. അതുകൊണ്ട് മുത്തുമോനും മസ്റുമോളും മിച്ചുമോളും നിങ്ങൾ ഉപദ്രവിക്കേണ്ട. ഈ പറയുന്ന നല്ല സബ്സ്ക്രൈബേഴ്സ് അല്ല, മറ്റൊരു ഉപദ്രവിക്കേണ്ട. കൊക്കിന് ജീവനുണ്ടെങ്കിൽ അധ്വാനിച്ച് നോക്കും. തന്നോരെ നിങ്ങൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സേ, ഞാൻ ഒരു കാര്യം എടുത്ത് പറട്ടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പൈസ എന്നിൽ നിന്ന് വേണമെന്ന് തെളിവ് സഹിതം യൂട്യൂബിൽ വന്നിട്ടും അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വന്നിട്ടും കോണ്ടാക്ട് ചെയ്താൽ ഞാൻ ആ പൈസ ഇട്ട് തരും. എൻ്റെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്തല്ല, എന്നെ ഈ ദ്രോഹിക്കുന്ന ഈ 3 ദിവസം 4 മണി 3 ദിവസം കൊണ്ട് ദ്രോഹിക്കുന്ന എൻ്റെ മനുഷ്യരെടുത്ത് ഞാൻ പറയണം. രാവന്തിയോളം കിടന്ന് കഷ്ടപ്പെട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെടുമ്പോഴും നമുക്കൊരു സമാധാനം വേണം. എൻ്റെ സമാധാനം ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടുകയാണെങ്കിൽ അധിക നാളും ആരും നിൽക്കില്ല. ഒരാളെ ഈബത്ത് പറയുക എന്നിട്ട് ഞാൻ ഒരാളെ പേര് ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഇതിനകത്ത്. എൻ്റെ മസ്റുമോൾ, എൻ്റെ മുത്തുമോൻ, എൻ്റെ മിച്ചുമോൻ വളരട്ടെ. നിങ്ങൾക്ക് എന്താ? ഞാനിതൊക്കെ മുന്നേ കണ്ടിട്ട് തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. എന്തെങ്കിലും ഒരു പെണ്ണിനൊരു വീട്, ഇപ്പം എനിക്ക് വീടായതാണ് കുറ്റം. നിങ്ങൾ പൊളിച്ചോണ്ട് പോയി വീട് തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പൊളിച്ചോണ്ട് പോയി. അങ്ങനെയെങ്കിൽ നിങ്ങളെ കാര്യം നടക്കട്ടെ. എൻ്റെ വാടക വീട് ഞാൻ ഒഴിഞ്ഞിട്ടില്ല. എന്താ സമൂഹമേ ഇങ്ങനെ? നീ റബ്ബ് പറയും, ബ്രോക്കർമാർക്കാണെങ്കിൽ കണ്ണിച്ചോരയില്ല, അവർക്ക് ആർക്കെങ്കിലും ഇതാക്കി അവർക്ക് കമ്മീഷൻ കിട്ടിയാൽ മതി. അതുപോലെയൊക്കെ തകർന്ന ജീവിതങ്ങളാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് ഒരു കാര്യം പറയാണ്, സ്വന്തം മക്കളെ നന്നായിട്ട് വളർത്താൻ ശ്രമിക്കുക. നീ നിൻ്റെ മക്കളെ ഇരുത്തിക്കൊണ്ട് മറ്റുള്ളവരടുത്ത് നീ കൊള്ളിക്കുന്ന വേദന വരുമ്പോഴത്തേക്ക് നീ ചോദിക്കുകയാണെങ്കിൽ നിനക്ക് റബ്ബ് നാളെ നിൻ്റെ മക്കളിലൂടെ ഉത്തരം തരും. അത്രയേ ഉള്ളൂ. എനിക്ക് ഇന്നും ഒരു ജീവിതം തിരഞ്ഞെടുക്കാം. എൻ്റെ മക്കളെ പറ്റിയിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ അത്രയ്ക്കും റബ്ബിൽ മാത്രമേ ഞാൻ വിശ്വസിച്ച് പറയുന്നത്. നിങ്ങൾ വെറുതെ എനിക്ക് പറഞ്ഞതിൻ്റെ കുറ്റം ഇണ്ടാണ്. ഞാൻ ശപിച്ച്, ഞാനാര് മലക്കാ ശപിക്കാൻ? ഇത്രയും ദിവസം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയ്ക്കും ഉണ്ടാ മനസാക്ഷി ഇല്ലാത്ത സ്ത്രീയെ? എൻ്റെ മക്കളെ ചൊല്ലിയിട്ട് പുച്ഛം തോന്നുന്നതാ എനിക്ക് നിങ്ങളടുത്ത്. പൊതുവിൽ പറയാണ്, ഉമ്മാൻ്റെ ഒരു പ്രായമുള്ള സ്ത്രീയല്ലേ, പുച്ഛം തോന്നിയാണ്. അങ്ങനെ എൻ്റെ വാപ്പ എന്നെ 3 ഭർത്താക്കന്മാരെ കൊണ്ട് അല്ലെങ്കിൽ 4 ഭർത്താവിനെ കൊണ്ട് കെട്ടിച്ചെങ്കിൽ അത് എൻ്റെ ഭർത്താവ് അവരെ കൈകളിൽ സുരക്ഷിതമായിരിക്കും സ്വന്തം മോള് എന്ന് പറഞ്ഞിട്ടാണ്. അല്ലാതെ ഇതൊന്നുമല്ല. ഞാൻ എവിടെ ചെന്നിട്ട് പോയാലും അവിടെയുണ്ട് 10 എണ്ണം ഇതേപോലത്തെ. 100 എണ്ണം നല്ലത് പറയുമ്പോൾ 10 എണ്ണം കാണും. ഇവൻ്റെയൊക്കെ മക്കളെയാണെങ്കിലും ആരെയാണെങ്കിലും എന്തെങ്കിലും ഈ ഉദരത്തിൽ ഞാൻ ചുമന്ന് പ്രസവിച്ച് വളർത്തി ഇതുവരെ എത്തി. മസ്റൂറ മോൾക്ക് 9 വയസ്സായി. ഇതുവരെ ഒരു തന്തേനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു തന്ത നേരെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ ആവില്ലായിരുന്നു. സമൂഹത്തിൻ്റെ അടുത്ത് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഒരു പെണ്ണിനെ ദ്രോഹിക്കുന്നതിൽ കുറച്ച് നാളായിരുന്നു. നിങ്ങൾ ആരും ഒരാൾ മതി എനിക്ക് നേരെ സംസാരിക്കാനുണ്ടെങ്കിൽ, ഒരൊറ്റ ഒരാൾ.
ഞാൻ പറയാണ് നിങ്ങളെടുത്ത് എൻ്റെ മക്കൾ നാലിലുള്ളതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തരുമോ ചെലവിന്? സ്വന്തം മക്കളെ പറ്റിയിട്ട് ഈ ഒരു പെണ്ണിന് കേൾക്കാൻ പറ്റാത്തത്. ഞാൻ പറയണം എൻ്റെ ഭർത്താവ് ആരാണെന്ന്. ഞാൻ പറയണം ഇവനാണ് എൻ്റെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കൂലേ? എന്ത് സമൂഹമേ, കുറേ എണ്ണമുണ്ട് ഇങ്ങനത്തത്. ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. 5 ദിവസം കൊണ്ട് ഞാൻ കിടന്ന് ക്ഷമിക്കുകയാണ്. ഇനി ബാക്കിയും കൂടെ കൊണ്ടുവരി. എന്തായാലും മക്കളെ ഉപ്പാരെ പറഞ്ഞിട്ട് പിന്നെ വേറെ ഏത് കണ്ടന്റ് ഇടും? കൊണ്ടുവരി. മക്കളെ ഉപ്പാനെ പെട്ടെന്ന് കൊണ്ടുവരണം. എന്നാലേ എനിക്ക് ചെലവിന് മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഈ മക്കളെ വാപ്പ കൊണ്ടുവന്ന എൻ്റെ ചെലവ് പകുതി ബാധ്യത കുറയും. റബ്ബർ പാലെടുപ്പ് അത്രേ ഉള്ളൂ. യൂട്യൂബ് ചാനലിൽ എല്ലാവരും വരുമാനത്തിന് വേണ്ടിയാണ്, ആരെയും ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടിയല്ല. സ്വന്തം വീട്ടിലെ ന്യൂനത തീർത്തിട്ട് മറ്റുള്ളവരെ ന്യൂനത പറയണം. സ്വന്തം വീട്ടിലിരിപ്പോണ്ടല്ല മോള് 10 വർഷം എന്തേ മാപ്പിളയുടെ ജീവിക്കാൻ വിടാത്തത്? എൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയത് തന്നെയാണ്. ഒരു ഭർത്താവിൻ്റെ കൂടെ ഇരുന്നപ്പോഴാണ് ഭർത്താവ് മരണപ്പെട്ടു പോയത്. അപ്പോഴത്തേക്ക് ബാക്കി 2 പേരാ മക്കളാ എന്ന് പറയും. ബാക്കി 2 പേർക്ക് ഉപ്പയില്ല. അത്ര തന്നെ നിങ്ങളറിയേ. ഇനി ഉപ്പ ഉണ്ടെങ്കിൽ അവൻ ചെലവിന് പോലും കൊടുക്കുന്നില്ല. ഇനി ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടിയുള്ളത്? ഈ മക്കൾക്ക് എന്തെങ്കിലും അതിൻ്റെ പേരിൽ സംഭവിച്ചോ ഞങ്ങൾ സമാധാനം പറയുമോ? ഈ മറ്റുപ്പമാരെന്ന് പറയണ അവന്മാരാരാണെന്ന് നിങ്ങൾ കൊണ്ടുവരി. ഈ കൊണ്ടുവരി. നിങ്ങൾ കൊണ്ടുവരി മക്കളെ വാപ്പായ. എനിക്ക് ബാധ്യത. മക്കളെ വാപ്പായം കൊണ്ട് ചെലവിന് മേടിച്ച് തരണം. ഈ സ്വന്തം നാവിൻ്റെ മുമ്പിരുന്ന് ക്യാമറയുടെ മുമ്പ് വന്നിട്ട് വാപ്പായെ ചൊല്ലി ഇങ്ങനെ പറയണതിലല്ല, ചെലവിനും കൂടെ തരണം മക്കളെ വാപ്പ. ഈ പാലിയാച്ചിനെ ആരെങ്കിലും കണ്ട, അല്ലെങ്കിൽ എൻ്റെ വീഡിയോയിൽ കണ്ട, പിന്നെ മക്കളെ ബർത്ത് സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ ഞാൻ മക്കളെ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല, മക്കളെ ഡ്രസ്സെല്ലാം ഒന്നും പറയണില്ല. എനിക്ക് സങ്കടമുണ്ട്. എന്തെല്ലാം ആരെ മക്കളാണെന്ന് മുഖം നോക്കി തീരുമാനിക്കാൻ നിങ്ങളാരും വടക്ക് നോക്കിയ യന്ത്രങ്ങളാ? മക്കളെ ചൊല്ലിയിട്ട് കുറേ ദിവസമായിട്ട് ഇടുന്നുണ്ട്. വേറെ ആർക്കും പ്രശ്നമില്ല. ഒരൊറ്റ ഒരാളിനെ വാപ്പാന്ന് വിളിച്ചിട്ടുള്ളൂ. ജന്മം നൽകിയോണ്ട് വാപ്പയാവൂല. വാപ്പ കുടിച്ച് കറങ്ങുന്നതിലല്ല കാര്യം. സ്വന്തം മോൾ ആദ്യമേ പറഞ്ഞു വിട്, എന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരിക. അപ്പോൾ ബാക്കി ഞാൻ പറയാം. യൂട്യൂബിലൂടെ തന്നെ പറഞ്ഞത്. നിങ്ങൾ ഇത്രയും നാൾ പേഴ്സണലി വിളിച്ചിട്ട് യൂട്യൂബിൽ വന്ന് വലിയ കണ്ടന്റ് ഇടാൻ വേണ്ടി പറഞ്ഞതല്ലേ? ഷാജിദായെ പിടിച്ചപ്പോൾ ഇത്രയും മസ്റൂറായ. ബാക്കിയും കൂടെ പറയും, ബാക്കിയും കൂടെ ഞാൻ പറയാം. ഇത്രയേ ഉള്ളൂ മക്കളെ. അസ്സലാമു അലൈക്കും. ജീവിക്കാൻ ഒരു വിധത്തിൽ സമ്മതിക്കില്ല ചെറുപ്പക്കാരാ, കുറേ കിളവികളെ കാരണം.